സന്ധ്യ കഴിഞ്ഞ് മഴ കനത്തു പെയ്യുന്ന ഒരു രാത്രിയായിരുന്നു അത്. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി മലയോരത്തുള്ള ഒരു പഴയ തറവാട്ടിൽ തനിച്ചായിരുന്നു വിനയൻ. തറവാട് പുതുക്കിപ്പണിയുന്നതിൻ്റെ ഭാഗമായാണ് അവൻ അവിടെ എത്തിയത്. പഴയ മരവാതിലുകൾ കാറ്റിൽ ഉലയുന്ന ശബ്ദവും പുറത്തെ തവളകളുടെ കരച്ചിലും അന്തരീക്ഷത്തിന് ഒരു പ്രത്യേക ഭയപ്പെടുത്തുന്ന ഭാവം നൽകിയിരുന്നു. പെട്ടെന്നാണ് ഹാളിലെ വലിയ ക്ലോക്ക് 12 തവണ മുഴങ്ങിയത്. ഒപ്പം സിറ്റൗട്ടിലെ വാതിലിൽ ആരോ പതുക്കെ മുട്ടുന്ന ശബ്ദം അവൻ കേട്ടു. ഈ അസമയത്ത് ആരായിരിക്കും? അവൻ അത്ഭുതപ്പെട്ടു. വാതിൽ തുറന്നപ്പോൾ മുറ്റത്ത് നനഞ്ഞു കുതിർന്ന ഒരു പെൺകുട്ടി നിൽക്കുന്നു. വെളുത്ത വസ്ത്രം ധരിച്ച അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വഴി തെറ്റി. ഈ മഴ തോരുന്നത് വരെ ഒന്ന് ഇവിടെ നിന്നോട്ടെ, അവൾ ദയനീയമായി ചോദിച്ചു. വിനയൻ അവളെ അകത്തേക്ക് ക്ഷണിച്ചു. ഒരു തോർത്തും ചൂടുള്ള ചായയും നൽകി. അവൾ സോഫയിൽ ഒതുങ്ങിക്കൂടിയിരുന്നു. കുറച്ചുനേരം കഴിഞ്ഞ് വിനയൻ അടുക്കളയിൽ പോയി തിരിച്ചു വന്നപ്പോൾ സോഫ ശൂന്യമാണ്. അവൾ അവിടെയില്ല, പക്ഷേ അവൾ ഇരുന്നിരുന്ന ഭാഗം നനഞ്ഞിരുന്നു. അവൻ വീടിൻ്റെ എല്ലാ മുറികളും പരിശോധിച്ചു. എങ്ങും ആരുമില്ല. അവസാനം മുകളിലത്തെ നിലയിലെ അടച്ചിട്ടിരുന്ന ഒരു മുറി തുറന്നപ്പോൾ വിനയൻ ഞെട്ടിപ്പോയി. അവിടെ ചുവരിൽ തൂക്കിയിട്ടിരുന്ന ഒരു പഴയ ഫോട്ടോയിൽ താൻ ഇപ്പോൾ കണ്ട അതേ പെൺകുട്ടി. ഫോട്ടോയുടെ താഴെ എഴുതിയിരുന്നത് വായിച്ച വിനയൻ്റെ രക്തം അസായി മാറി. മാളവിക 1985 ഇതേ ദിവസം ഈ വീട്ടിൽ വെച്ച് മരണപ്പെട്ടു. പെട്ടെന്ന് അവൻ്റെ തോളിൽ ഒരു തണുത്ത കൈ സ്പർശിച്ചു. ചെവിയിൽ ആരോ മന്ത്രിച്ചു. ചായയ്ക്ക് മധുരം കുറവായിരുന്നു. വിനയൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ മുറിയിൽ മറ്റാരുമുണ്ടായിരുന്നില്ല. പക്ഷേ തറയിൽ നനഞ്ഞ പാദമുദ്രകൾ വാതിലിലേക്ക് നീളുന്നത് അവൻ കണ്ടു.